നമസ്കാരം. CSI മലബാർ മഹായിടവക അവതരിപ്പിക്കുന്ന വാർത്താ നേരത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് കാലത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. എല്ലാ സഭാവിശ്വാസികൾക്കും മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിമന്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയും മറ്റ് ഓഫീസ് ഭാരവാഹികളും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസും സമ്പൽ സമൃദ്ധമായ പുതിയ വർഷവും ആശംസിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടൊരു പുതിയ ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ. ലോകമെങ്ങും ശാന്തിയും സമാധാനവും നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് കാലം നമുക്ക് എല്ലാവിധ പ്രത്യാശയും ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവമായി തീരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അർത്ഥവത്തായ ഒരു ക്രിസ്മസും സമാധാനവും പ്രത്യാശയും നിറഞ്ഞൊരു പുതുവത്സരവും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ദൈവത്തെ തന്നെ സമ്മാനമായി നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് നാളുകളിൽ മറ്റുള്ളവർക്ക് നമ്മെ തന്നെ ഒരു സമ്മാനമായി നൽകുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ ക്രിസ്മസ്. അപ്രകാരം മറ്റുള്ളവർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സമ്മാനമായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മലബാർ മഹായിടവകയുടെ പുതുവത്സര ക്രിസ്മസ് ആശംസകൾ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ പരിപാവനമായ അവസരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവതരിപ്പിക്കുന്ന സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പുതു പ്രത്യാശയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മലബാർ മഹായിടവകയുടെ ക്രിസ്തുമസ് ആശംസകളും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു പുതുവത്സരം കൂടി ഞാൻ ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ. മലബാർ മഹായിടവക ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. CSI മലബാർ മഹായിടവകയുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. മലബാർ മഹായിടവക 7ാമത് യുവജന സമ്മേളനം സുൽത്താൻ ബത്തേരി CSI ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മണിച്ചേരിയിൽ പുതുതായി നിർമ്മിച്ച പാഴ്സണേജിന്റെ പ്രതിഷ്ഠാകർമ്മം മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിമന്യ തിരുമേനി നിർവഹിച്ചു. സങ്കേതം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 10ാമത് ഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കണ്ണൂർ മാടായിയിൽ പുരോഗമിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2025 മലബാർ മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. മഹായിടവക രൂപീകൃതമായി 10 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന വർഷമാണ് 2025. ഈ വർഷത്തെ കനിവിൻ്റെ വർഷമായിട്ട് നാം വേർതിരിക്കുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലം ദൈവം കനിവോടുകൂടി നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റാനും ദൈവത്തിൻ്റെ കരുണാകൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഈ വർഷം വേർതിരിക്കുകയുണ്ടായി. പല പദ്ധതികളും പല പ്രോജക്റ്റുകളും ഈ വർഷം മഹായിടവകയായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ദൈവത്തിൻ്റെ കരുണ ധാരാളമായിട്ട് കഴിഞ്ഞ ഒരു വർഷം അനുഭവിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ആവശ്യങ്ങളിലിരിക്കുന്നവരെയും അശരണരെയും സഹായിക്കുന്നതിനുള്ള പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകുവാനാണ് മഹായിടവക ആഗ്രഹിക്കുന്നത്. സങ്കേതം എന്ന പദ്ധതിയിലൂടെ 10 പേർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ഈ വർഷം നമുക്ക് സാധിച്ചു.
വയനാട്ടിൽ മുണ്ടക്കായി ചുരൽമല പ്രദേശത്ത് ഭവനങ്ങളും വസ്തുവകകളും നഷ്ടപ്പെട്ടവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആർദ്രം പ്രോജക്റ്റ് അത് പുരോഗമിച്ചു വരികയാണ്. വരുന്ന നാളുകളിൽ തന്നെ അതും ആവശ്യങ്ങളിരിക്കുന്നവർക്ക് കൈമാറാനായിട്ട് സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് സഹായമായിട്ട് സ്കോളർഷിപ്പുകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച് വിതരണം നടത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അനേകം പദ്ധതികൾ ഈ നാളുകളിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. വരുന്ന വർഷങ്ങളിലും ഇത് തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2026 നാം കടക്കുകയാണ്. ദൈവത്തോടൊപ്പം പുതിയ വർഷം ആരംഭിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. മഹായിടവകയായിട്ട് ഉണർവിൻ്റെ വർഷമായിട്ടാണ് ഈ വർഷത്തെ വേർതിരിക്കുന്നത്. ദൈവം നമ്മെ കരുണയോടുകൂടെ വഴി നടത്തിയ 10 വർഷത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉണർവ് പുതിയ വർഷത്തിൽ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി വേർതിരിക്കാൻ നമ്മെ സഹായിക്കട്ടെ. മഹാനായ മിഷണറിയായ വില്യം കേരി പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. അതാകട്ടെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ആപ്തവാക്യം. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഉണർവോടുകൂടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഉണർവിൻ്റെ വർഷം ആശംസിച്ചുകൊള്ളുന്നു. വാർത്തകൾ വിശദമായി. മലബാർ മഹായിടവക ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഡോക്ടർ സജു മേരി എബ്രഹാം, നിംഷി ഡേവിഡ്, ബിബിൻ ജോസഫ് എന്നിവരെ മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഡീക്കൻ പദവികൾ നൽകി പട്ടത്ത ശുശ്രൂഷയിലേക്ക് സ്വീകരിച്ചു. 1982 CSI സെനറ്റ് സ്ത്രീകൾക്ക് പട്ടം നൽകുന്നതിനുള്ള നിർണായക തീരുമാനമെടുക്കുന്നത്. ആദ്യ പട്ടക്കാരിയായി 1987 സിസ്റ്റർ എലിസബത്ത് പോൾ അഭിഷിക്തയായി. ഇന്ന് വിവിധ മഹായിടവകകളിലായി 100 കണക്കിന് വനിതകൾ ശുശ്രൂഷ ചെയ്തു വരുന്നു. കോഴിക്കോട് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷയിൽ ക്ലർജി സെക്രട്ടറി റെവറൻഡ് ജേക്കബ് ഡാനിയൽ, ലേ സെക്രട്ടറി കെന്നത്ത് ലാസർ, ശ്രീമതി ബിന്ദു റോയ്സ് കൊച്ചമ്മയും മറ്റ് വൈദികരും സന്നിഹിതരായിരുന്നു. CSI മലബാർ മഹായിടവകയുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന 23ഓളം വിദ്യാർത്ഥികൾക്കായി 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന തുക സ്കോളർഷിപ്പായി വിതരണം ചെയ്തു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് നടന്ന മഹായിടവക യുവജന സംഗമമായ സോയി വൈബ് 2025 എന്ന പരിപാടിയിൽ വെച്ചാണ് മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. മഹായിടവക 10ാം വാർഷികാഘോഷമായ കനിവ് കരുണയുടെ വർഷങ്ങൾ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ചടങ്ങിൽ മഹായിടവക ട്രഷറർ റെവറൻഡ് CK ഷൈൻ, ക്ലർജി സെക്രട്ടറി റെവറൻഡ് ജേക്കബ് ഡാനിയൽ, ലേ സെക്രട്ടറി ശ്രീ കെന്നത്ത് ലാസർ, വിമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു റോയ്സ് കൊച്ചമ്മ, റെവറൻഡ് സിനോജ് മാഞ്ഞൂരാൻ, സ്കോളർഷിപ്പ് കമ്മിറ്റി സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ TI ജെയിംസ്, യുവജന ജനറൽ സെക്രട്ടറി റെവറൻഡ് ബിബിൻ മാത്യു, മഹായിടവകയിലെ മറ്റ് വൈദികരും പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു. മലബാർ മഹായിടവക 7ാമത് യുവജന സമ്മേളനം സുൽത്താൻ ബത്തേരി CSI ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടവക വികാരി റെവറൻഡ് സാംപ്രകാശച്ചന്റെ പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച സമ്മേളനത്തിന് ലേ സെക്രട്ടറി മിസ്റ്റർ കെന്നത്ത് ലാസർ സ്വാഗതം ആശംസിച്ചു. പ്രസ്തുത സമ്മേളനത്തിൽ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി അധ്യക്ഷത വഹിച്ചു. സമ്മേളന വേദിയിൽ വെച്ച് കേരളത്തിലെ മറ്റു മഹായിടവകകളിൽ പുതുതായി വാഴ്ത്തപ്പെട്ട തിരുമേനിമാരെ ആദരിച്ചു. ഹിസ് ഗ്രേസ് ഡോക്ടർ ഗീവർഗീസ് മാർ സ്റ്റെഫാനോസ് മെത്രാപോലിത്ത, ശ്രീമതി ബിന്ദു റോയ്സ്, റെവറൻഡ് ജേക്കബ് ഡാനിയൽ, റെവറൻഡ് PV ചെറിയാൻ, യുവജനസഖ്യ ജനറൽ സെക്രട്ടറി റെവറൻഡ് ബിബിൻ മാത്യു, റെവറൻഡ് കോശി ജോർജ്, ജോൺസൺ ആൻഡോ, വിനോദ് തറയിൽ, ബില്ലി ഗ്രഹാം, മറ്റു വൈദികരും പങ്കെടുത്തു. മണിച്ചേരിയിൽ പുതുതായി നിർമ്മിച്ച പാഴ്സണേജിന്റെ പ്രതിഷ്ഠാകർമ്മം മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നിർവഹിച്ചു.
ചടങ്ങിൽ മഹായിടവക വിമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റ് മിസസ് ബിന്ദു റോയ്സ് കൊച്ചമ്മയും ലേ സെക്രട്ടറി മിസ്റ്റർ കെന്നത്ത് ലാസോ, പ്രോപ്പർട്ടി സെക്രട്ടറി മിസ്റ്റർ ജോൺസൺ ആൻഡോ, റവറൻ ഡീക്കൻ തോമസ് PA, പാസ്റ്ററേറ്റ് കമ്മിറ്റി ചെയർമാൻ റവറൻ ജോബി ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. സങ്കേതം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 10ാമത് ഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കണ്ണൂർ മാടായിയിൽ പുരോഗമിക്കുന്നു. യഥാക്രമം 8ഉം 9ഉം ഭവനങ്ങൾ കോഴിക്കോട് ബദിരൂരും മണിമൂളിയിലുമാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. പ്രസ്തുത ചടങ്ങുകളിൽ തിരുമേനിയും ഓഫീസ് ഭാരവാഹികളും പങ്കെടുത്തിരുന്നു. മഹായിടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ പുതിയ മാനേജറായി റവറൻ സിനോജ് മാഞ്ഞൂരാൻ ചുമതലയേറ്റു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കോഴിക്കോട് ജില്ലാതല യോഗം നടക്കാവ് CSI ഇംഗ്ലീഷ് ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ടു. മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി യോഗം ഉദ്ഘാടനം ചെയ്തു. സമകാലിക ലോകത്തിൽ വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വൈദികരുടെ നിർണായകമായ പങ്കിനെക്കുറിച്ച് തന്റെ അനുഗ്രഹ സന്ദേശത്തിൽ തിരുമേനി ഓർമ്മപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശത്ത് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിമൻസ് ഫെലോഷിപ്പ് കേരള റീജിയണൽ തലത്തിൽ നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ മഹായിടവക വിമൻസ് ഫെലോഷിപ്പ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സിനഡ് സ്ത്രീജന സഖ്യത്തിന്റെ 2025-28 കാലയളവിലേക്കുള്ള വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് മലബാർ മഹായിടവക വിമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു റോയ്സ് കൊച്ചമ്മയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ശ്രീമതി ലീബ ഡെന്നി എന്നിവരെയും തിരഞ്ഞെടുത്തു. കന്യാകുമാരി ഡയോസിസ് ചാപ്പലിൽ വെച്ച് നടത്തിയ 79ാമത് CSI രൂപീകരണ ദിന സ്തോത്ര ആരാധനയിൽ മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആരാധനയിൽ മലബാർ ഡയോസിസ്, കന്യാകുമാരി ഡയോസിസ് ഓഫീസ് ഭാരവാഹികളും പങ്കെടുത്തു. മഹായിടവക 10ാം വാർഷികാഘോഷ പരിപാടി കനിവിന്റെ ഭാഗമായി ജൂബിലി ഡിയോ കൊയർ മത്സരം നടത്തി. കോഴിക്കോട് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി കൊയർ സംഘങ്ങൾ പങ്കെടുത്തു. മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ്, ഫാദർ ഡോക്ടർ AP ജോർജ്, ശ്രീമതി രഞ്ജു മറിയം എന്നിവർ വിധികർത്താക്കളായ മത്സരത്തിൽ തിരുവനന്തപുരം അമരവിള യൂത്ത് കോറസ് 1ാം സമ്മാനമായ 1 ലക്ഷം രൂപയ്ക്ക് അർഹരായി. 2ാം സമ്മാനം 50,000 രൂപ കൊച്ചി AR ബാൻഡും, 3ാം സമ്മാനം 25,000 രൂപ സെറാസ് സ്ക്വയർ തിരുവനന്തപുരവും, 4ാം സമ്മാനം 5,000 രൂപ CSI ഓൾ സെയിൻസ് ചർച്ച് തൃശൂർ, നടക്കാവ് CSI ഇംഗ്ലീഷ് ചർച്ച്, എള്ളുംപുറം സെന്റ് മത്യാസ് CSI ചർച്ചും കരസ്ഥമാക്കി. മഹായിടവക ട്രഷറർ, ക്ലർജി സെക്രട്ടറി, ലേ സെക്രട്ടറി, ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ TI ജെയിംസ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച മാനവ മൈത്രി സംഗമത്തിൽ മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥികളുടെ ഗതാഗത സൗകര്യങ്ങൾ പരിഗണിച്ച് പുതിയറ BEMUP സ്കൂളിനായി പുതിയ 2 വാനുകൾ വാങ്ങി. മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ തിരുമേനി വാഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും താക്കോലുകൾ കൈമാറുകയും ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ റവറൻ സുനിൽ പുതിയാട്ടിൽ, ട്രഷറർ റവറൻ CK ഷൈൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലൈസ സാമുവൽ, മഹായിടവക വൈദികരും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. CSI മധ്യകേരള മഹായിടവകയുടെ ആഭിമുഖ്യത്തിൽ കേരള റീജിയണൽ ബിഷപ്പ് കൗൺസിൽ മീറ്റിംഗ് കോട്ടയത്ത് വെച്ച് നടത്തി. മലബാർ മഹായിടവകയെ പ്രതിനിധീകരിച്ച് അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയും കേരളത്തിലെ മുഴുവൻ മഹായിടവകകളിൽ നിന്നുമുള്ള ബിഷപ്പുമാരും യോഗത്തിൽ പങ്കെടുത്തു. മഹായിടവകയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള കപ്പ്യാർമാരുടെ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. റവറൻ രാജു ചീരനച്ചന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗം മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഉദ്ഘാടനം ചെയ്യുകയും കപ്പ്യാർമാർക്കുള്ള സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. മഹായിടവക ഭാരവാഹികളും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു. കന്യാകുമാരി ഡയോസിസ് 7ാമത്തെ ബിഷപ്പായി റവറൻ ഡോക്ടർ S ക്രിസ്റ്റഫർ വിജയൻ സ്ഥാനാരോഹിതനായി. 2025 ഡിസംബർ 7 നാഗർകോവിൽ CSI ഹോം ചർച്ചിൽ വെച്ച് നടന്ന ചടങ്ങിൽ മോഡറേറ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ K റൂബൻ മാർക്കും മറ്റ് മഹായിടവകകളിലെ തിരുമേനിമാരും വൈദികരും ഓഫീസേഴ്സും വിശ്വാസികളും പങ്കെടുത്തു. കഴിഞ്ഞ 6 മാസമായി മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി
മോഡറേറ്റർ കമ്മീസറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ആ കാലയളവിൽ അഭിവന്യ തിരുമേനി കന്യാകുമാരി മഹായിടവകയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കോൺസിക്രേഷൻ സർവീസിൽ അഭിവന്യ റൈറ്റ് റെവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി എപ്പിസ്കോപ്പൽ മോതിരം നിയുക്ത ബിഷപ്പിനെ അണിയിച്ചു. ശ്രീമതി ബിന്ദു റോയ്സ് കൊച്ചമ്മ, ലേ സെക്രട്ടറി ശ്രീ കെന്നത്ത് ലാസർ, മലബാർ മഹായിടവക ബിഷപ്പ് സെക്രട്ടറി റെവറൻ രാജു ചീരൻ എന്നിവരും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു. ഈ തിരുനാൾ ലോകമെമ്പാടും ഐക്യവും മാനവികതയും ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും വാർത്താ നേരത്തിൻ്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.